ശരിക്കും ഈ പടം നിങ്ങളുടെ എഗ്രിമെൻറ്റിൽ 15 crores പ്ലാൻ ചെയ്യുന്നു, 20 ആയെന്ന് സന്തോഷേട്ടൻ പറയുന്നു, ഇതിനകത്ത് ഇൻ്റർവ്യൂവിൽ പറയുന്നു 21 കോടി. അപ്പം നിങ്ങൾക്കറിയാം 20 കോടി ആയി എന്നുള്ളത്. ശരിക്കും ഈ പടം തിയേറ്ററിൽ പ്രോഫിറ്റ് ആണെങ്കിൽ 60+ crore കളക്ട് ചെയ്താലേ സത്യത്തിൽ ബ്രേക്ക് ഈവൻ അല്ലെങ്കിൽ ആ പ്രോഫിറ്റ് സൈഡിലേക്ക് എത്തത്തുള്ളൂ. OTT വേറെ ബിസിനസ് നടക്കുമായിരിക്കും. പക്ഷെ അപ്പോഴൊരു ഫസ്റ്റ് ഡയറക്ടർക്ക് എൻ്റെ പടം എന്തായാലും 50 കോടിക്ക് മുകളിൽ അടിക്കണം എന്നാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാമല്ലോ. അത് ഒരു ടെൻഷനായിട്ട് തോന്നിയായിരുന്നോ? അത് ടെൻഷനാണ്, അത് ഭയങ്കര ടെൻഷനാണ്. ഞാൻ അതിന് ഭയങ്കരമായിട്ട് കാര്യമായിട്ട് എടുക്കുന്ന ആളും കൂടിയാണ്. റെസ്പോൺസിബിലിറ്റി. കാരണം ഒരു സിനിമ ഇറങ്ങിയിട്ട് ആഫ്റ്റർ OTT ഇറങ്ങി ഭയങ്കരമായിട്ട് എല്ലാവരും പുകഴ്ത്തി പറഞ്ഞാലും കുഴപ്പമില്ല. എനിക്ക് അങ്ങനെയല്ല. എനിക്ക് തിയേറ്ററിൽ നിന്ന് തന്നെ ഇത് കളക്ട് ചെയ്ത് പ്രൊഡ്യൂസേഴ്സ് അവർക്ക് സേഫ് ആവണമെന്ന് ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന ആൾ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൻ്റെ എല്ലാം ഞാൻ ഇങ്ങനെ പ്ലാൻ ചെയ്തത്. ഇപ്പോൾ എക്സാമ്പിൾ മ്യൂസിക് ഡയറക്ടറെ ലാലേട്ടൻ വന്ന് ലോഞ്ച് ചെയ്തത് ഞാൻ എഴുതിയതാണ്. ആ ഐഡിയ ഞാൻ എഴുതിയതാണ്. ബിക്കോസ് എൻ്റെ ഒരു ഡിസൈനർ വ്യാക്കി എന്ന് പറയും, ഞാൻ അവൻ പറഞ്ഞൊരു ഐഡിയ ഡെവലപ്പ് ചെയ്ത്. കാരണം അത് ഒരുപക്ഷെ അവിടെ ഞാൻ ഡബിങ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോഴും പ്രൊമോഷൻസിൻ്റെ ഇങ്ങനത്തെ ഐഡിയാസ് ഞാൻ പ്ലാൻ ചെയ്തത് ഇതിൻ്റെ ഹൈപ്പ് ക്രിയേറ്റ് ആവണം എന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ എല്ലാവർക്കും ഗ്ലിംസ് അത് ഞാൻ പ്ലാൻ ചെയ്തതാണ്. കാരണം മലയാളത്തിൽ അങ്ങനെ ഒരു ക്യാരക്ടർ ഗ്ലിംസുകളില്ല. അപ്പോൾ അൽഫോൺസ് ഒരു ഗ്ലിംസ്, സോ അതിനുവേണ്ടി ഗ്ലിംസ് ഷൂട്ട് ചെയ്തു. പടത്തിലില്ലാത്തതാണ്. പിന്നെ ആഫ്റ്റർ എഡിറ്റിലാണ് പടത്തിൽ അതിൻ്റെ ഒരു ചെറിയ സാധനം കടന്നു വന്നത്. ആക്ച്വലി അത് ഷൂട്ട് ചെയ്യുമ്പോൾ സിനിമയിൽ ഇല്ല, ഗ്ലിംസിന് വേണ്ടി ഷൂട്ട് ചെയ്തതാണ്. അതുപോലെ സെൽവരാമൻ സാറ് ഗ്ലിംസിന് വേണ്ടി ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഈ 92 ഡേയ്സിൽ ഇത്രയും സീനുകൾ എടുക്കുന്നതിലുപരി ഈ ഗ്ലിംസ് ഷൂട്ട് ചെയ്ത് പ്രൊമോഷൻ ഐഡിയാസ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നതാണ്. ചേച്ചിക്കും ഒരു ഗ്ലിംസ് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ എനിക്കൊന്നും സെൽവ സാറെ ഗ്ലിംസ് പിന്നെ വിട്ടില്ല. നമ്മൾ അൽഫോൺസിൻ്റെ ഗ്ലിംസ് ഒക്കെ 6 മണിക്ക് ഷൂട്ട് കഴിഞ്ഞതും 7 മണിക്ക് അണ്ടർഗ്രൗണ്ടിൽ ലൈറ്റ് ചെയ്ത് താഴെ പോയിട്ട് ഒരു 2 മണിക്കൂർ കൊണ്ട് എടുത്താണ് ആ ഗ്ലിംസ്. സോ അതിലൂടെ അൽഫോൺസ് ചേട്ടൻ എൻട്രി ചെയ്തപ്പോൾ ഒരുപാട് പേർക്ക് സോഡാ ബാബു പുള്ളിയുടെ ഒരു പരിപാടി വരുന്നുണ്ട്. സോ അങ്ങനെ അതിൽ കെയർ ചെയ്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഇതെല്ലാം പ്ലാൻ ചെയ്തത്. ദെൻ പിന്നെ അടുത്തത് എൻ്റെ പ്രൊഡ്യൂസേഴ്സ് എങ്ങനെയെന്നുള്ളതാണ് അടുത്തതിൽ വിഷയം. അവർ ഈ പറയുന്ന ഈ റിസ്ക് ഇതെല്ലാം എടുത്ത് ഞാനുൾപ്പെടെ ഞങ്ങളുടെ ടീമിനെ വിശ്വസിക്കുകയും ഞങ്ങളുടെ ഈ ആർട്ട് ഈ സിനിമയെ വിശ്വസിക്കുകയും ചെയ്യുന്നവരാണ്. അവരൊരിക്കലും ഷൂട്ട് സമയത്ത് അങ്ങനെ റിട്ടേൺസ് പ്രോഫിറ്റ് ഇതിനെക്കുറിച്ച് വീണ്ടും പറഞ്ഞായിട്ട് നമ്മൾ ഓർക്കുന്നില്ല. ഇത് 60 ബിൻചേട്ടൻ ആദ്യമായിട്ടാണ് ഒരു പടത്തിൽ എന്നുവെച്ചാൽ ബിൻചേട്ടൻ സന്തോഷ് സാറ് ഓൾറെഡി കുറെ സിനിമ ചെയ്തിട്ടുണ്ട്. ബിൻചേട്ടൻ ആദ്യമായിട്ടാണ് പെണ്ണും പൊറോട്ടും കഴിഞ്ഞ ഒരു പടം ചെയ്യുന്നത്. ബിൻചേട്ടൻ ഭയങ്കര ക്രിയേറ്റീവായിട്ടും കൂടെ ഭയങ്കര ഇൻവോൾവ് ചെയ്യുന്ന പുള്ളിക്ക് ഓരോ സീനും എന്താണെന്ന് അറിയാം. അപ്പോൾ ഞാൻ 10ാമത്തെ സീനിൽ ചേട്ടാ അതും കൂടെ കിട്ടിയ ഇതിൽ ഇൻ്റർവെല്ലിൽ ഒരു വലിയ വണ്ടിയുണ്ട്, ഒരു വണ്ടി തൂക്കിയിട്ട് വരുന്ന അൽഫോൺസ് ചേട്ടൻ്റെ ഇൻ്റർവെല്ലിൽ വണ്ടിയുണ്ട്. ആ വണ്ടിയൊക്കെ ചേട്ടാ ആ വണ്ടിയും കൂടെ കിട്ടിയാൽ നല്ലതാണ്. അപ്പോൾ അതിൻ്റെ പുറകിൽ എക്സ്പെൻസ് ഒന്നും നോക്കില്ല. ബിൻചേട്ടൻ സന്തോഷ് സാർ ആടാ നമുക്ക് കൊണ്ടുവരും. അപ്പോൾ ഒരിക്കലും ഈ പറയുന്ന പറഞ്ഞ ഈ റിസ്ക് എലമെൻറ്റ്സ് വീണ്ടും ആലോചിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഒരു പക്ഷേ ഒരു സിനിമ ചെയ്തുകൊണ്ട് പോകുമ്പോൾ അതിൻ്റെ ഗ്രാൻഡറിന് വേണ്ടി മാത്രം പ്രവർത്തിക്കാൻ പറ്റില്ല. അത് മാറ്റി വെച്ചിട്ട് ഈ സിനിമ തീരുമ്പോൾ എന്താണോ ബഡ്ജറ്റ് അതിൻ്റെ ഫുൾ ക്വാളിറ്റിയിൽ അതാണ് അതിൻ്റെ ബഡ്ജറ്റ് തീരുമാനിക്കുന്നിടത്താണ് എൻ്റെ പ്രൊഡ്യൂസേഴ്സ് വ്യത്യസ്തരാകുന്നതെന്ന് വിശ്വസിക്കുന്നു.